ക്രൗഡൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആദ്യമേ ഈ പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നേ വന്ന് ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളവരത്തെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വേടന്റെ ഒരു പരിപാടി കുളമായിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ പരിപാടിയാണ് കുളമായിട്ടുള്ളത്. അത് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. ഒന്ന്, ആ സംഘാടകരുടെ പിഴവാണ്. എന്തായാലും സംഘാടകർ ഇതുവരെയും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെ എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം വരെ നമ്മുടെ മുമ്പിലേക്ക് എന്താണ് അന്ന് വേടന്റെ പരിപാടിക്ക് പറ്റിയത്, എന്തുകൊണ്ടാണ് വേടം വന്നവിടെ സംസാരിക്കാതിരുന്നത്, ആ മരണം അവിടെ സംഭവിച്ച് 4:30-5 മണി സമയത്താണ്. ആ സ്റ്റേജിൽ തന്നെയാണ് മരണം സംഭവിച്ചത്. ആ സംഭവിച്ച വിവരം എന്തുകൊണ്ടാണ് നാട്ടുകാരോടും ക്രൗഡിനോടും ഇവർ പറയാതിരുന്നത് എന്നത് ഇപ്പോഴൊരു വലിയ ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ആ സംഘാടകർ പുറത്തു വന്നിട്ടുണ്ട്. സംഘാടകർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അത്രയും ഒരു ക്രൗഡൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആദ്യമേ ഈ പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നേ വന്ന് ഞങ്ങളുടെ അടുത്ത് വീഡിയോ എടുത്തിട്ടുള്ളവരത്തെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആളുണ്ടാവുമെന്ന്. പക്ഷെ മാത്രമല്ല വെള്ളം ചെളി എന്ന് ഇതാണ് അവര് സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത്. ഈ മഴയാണ് ഈ പറയുന്ന ഈ വിഷയത്തിന്, അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന കാണുന്ന ആൾക്കാർ ഇതിന് പ്രതികരിക്കുന്നത് ഈ ചെളിക്കണ്ടത്തിലാണോ എന്നൊക്കെ സംഘാടകർക്ക് തലയിൽ ആളില്ലേ എന്നൊക്കെ ആളുടെ ജീവൻ നഷ്ടം. സുഹൃത്തുക്കളെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വേടൻ സ്റ്റേജിൽ നിന്ന് വളരെയധികം സുരക്ഷിതമായിട്ട് പ്രോഗ്രാം നടത്തുകയും കാണാൻ വന്ന ആളുകൾ മുഴുവൻ, അത് ആയിരക്കണക്കിന് 2000, 3000 എന്നല്ല കേട്ടോ, 10-22,000 അപ്പുറം ആൾക്കാർ അവിടെ കാണാൻ വന്നു പറയുന്നത്. ആളുകളൊക്കെ തങ്ങി പറയുന്നത് ഒരു 3 ലക്ഷത്തെ ആളുകളൊക്കെ അവിടെ പ്രോഗ്രാം കാണാൻ വന്നു എന്നാണ്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്തായാലും 10-22,000 ആൾക്കാരൊക്കെ മിനിമം അവിടെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുക. ആ ആളുകൾ മുഴുവൻ പ്രോഗ്രാം കണ്ടത് ചളിക്കുളത്ത് നിന്നിട്ടാണ്, പാടത്ത് നിന്നാണ്. ഇങ്ങനത്തെ ഒരു പാടത്ത് ഇവർക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഈ സംഘാടകർക്ക് തലയിൽ ഓളമില്ല എന്ന് പലരും ചോദിച്ചിരുന്നത്. സംഘാടകർ പറയുന്നത് പരിപാടി 8-ാം തീയതിയാണ് നടക്കുന്നത്, 7-ാം തീയതി രാത്രി ഒരു മഴ പെയ്തു എന്നുള്ളതാണ്. ആ ഒരു മഴയോട് കൂടിയിട്ട് പിന്നീട് അവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. എന്തായാലും ഇതിനു മുമ്പ് തന്നെ അവർ സംഘാടകരിൽ ഒരാളാണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഒക്കെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് പറയുന്നുണ്ട്, ചെരുപ്പ് നല്ല ചെരുപ്പ് ഒന്നും ബ്രാൻഡഡ് ഷൂ ഒന്നിട്ട് ഇങ്ങോട്ട് വരണ്ട, മൊത്തം ചളിയാണ്, ആകെ കുടുങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 2000 പേര് ആളുകൾ ഒരു ചളി പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചളി പിന്നെ താന്ന് ഒരു വിധമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് അവിടെ പരാജയത്തിലുണ്ടായ ആദ്യത്തെ കാര്യം. നഷ്ടമായ ഒരു വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതില് അതിയായ ദുഃഖം ഞങ്ങൾക്ക് എല്ലാവരും. അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടുകാർ ഇപ്പൊ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പുള്ളി ഇവിടത്തേക്ക് 4 മണിക്ക് ശേഷം 4:30-നും 5 മണിക്കും അകത്താണ് ഈ മരണവിവരം അറിഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾ എന്താ അടുത്ത നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ കഷ്ടപ്പാടാണ് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നോക്കൂ, ഒരു സ്റ്റേജില് ആ സ്റ്റേജ് വർക്ക് ചെയ്യാൻ വന്ന ഒരു മനുഷ്യൻ ആ സ്റ്റേജിൽ വെച്ച് മരണപ്പെടുന്നു. അവർക്ക് അറിയുന്ന ഒരു മനുഷ്യൻ മരണപ്പെടുന്നു. അപ്പൊ ഇവര് പറയുന്നത് 6 മാസത്തെ കഷ്ടപ്പാടാണ്, 6 മാസത്തെ കഷ്ടപ്പാടാണ്, 6 മാസത്തെ കഷ്ടപ്പാടാണ്. എന്ത് കഷ്ടപ്പാടാണെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ സംഘാടകരോ അതിന്റെ വർക്കേഴ്സ് ഒരാൾ അവിടെ വെച്ച് മരണപ്പെട്ടുവെങ്കിൽ പിന്നെ അവിടെ ഒരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് മാന്യമായ പരിപാടിയല്ല. ഒരാൾ ഒരു അരമണിക്കൂർ മുമ്പാണ് അവിടെ വെച്ച് മരണപ്പെട്ടത്. പിന്നീട് ആ സ്ഥലത്ത് തന്നെ വീണ്ടും വെച്ചൊരു പ്രോഗ്രാം നടത്തുക എന്നത് മാന്യമായിട്ടുള്ള പരിപാടിയല്ല. അത് വേടൻ അറിയാം, പക്ഷെ അത് ഈ സംഘാടകർക്ക് അത്തരം ഒരു ബോധത്തിലേക്ക് അവരെത്തിയില്ല എന്നുള്ളതാണ്. ഒരു തവണ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം വന്നിട്ട് അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാൻസൽ ആകുന്നതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരാഴ്ച ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഈ പറയുന്ന കുറെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് വരുന്ന പൈസയുടെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പറയുന്ന വേടൻ വന്ന് സൗണ്ട് ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് വേടന്റെ ക്രൂ മെമ്പേഴ്സ് ഇത് അറിയുന്നുണ്ട്, ഇങ്ങനെ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന്, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്നതിനെ കുറിച്ച് വേടന്റെ കൂടെ ഉണ്ടായിരുന്ന വേടന്റെ കുറെ സുരക്ഷാ സംവിധാനങ്ങളും അല്ല ഈ നിൽക്കുന്ന വേദിയിൽ നിന്നിട്ട് വേടൻ പറഞ്ഞിട്ട് പോയതാണ് 8:30 മണിക്ക് ഞങ്ങൾ വരാം സൗണ്ട് ചെക്കിങ്. സുഹൃത്തുക്കളെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ അവിടെ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്നു. ഒരു 5 മണിക്ക് ശേഷം കണ്ടാണ് അത്ര സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്നത്. അതിനു മുമ്പ് അവിടെ മരണം നടന്നിരിക്കുന്നു. ഈ മരണം നടന്ന് വേടൻ അപ്പം അറിഞ്ഞിട്ടില്ലെങ്കിലും ക്രൂ മെമ്പേഴ്സ് മുഴുവൻ ആ ഒരു വിവരം അറിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ഒരു മരണം നടന്നു എന്നുള്ള കാര്യം അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ അറിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും ആ ചെക്ക് ചെയ്തിട്ട് നാട്ടുകാർ പറയുന്നു ഞാൻ 8:30-ക്ക് എത്താം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നു. ഒരു അത്യാവശ്യം കിലോമീറ്റർ പുറകിലോട്ട് പോകണം റൂമിലേക്ക് പോയ സമയത്തായിരിക്കണം ഒരുപക്ഷെ ക്രൂ മെമ്പേഴ്സ് ഈ വിവരം പറഞ്ഞിട്ടുണ്ടാക്കി ആ സ്റ്റേജിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വേടൻ ഈ സംഘാടകരെ വിളിക്കുന്നു, കാര്യം അന്വേഷിക്കുന്നു. വേടന്റെ കാര്യം കൃത്യമായിട്ടും അവർക്ക് പറയുന്നു. ഈ പറഞ്ഞ കാര്യം വേടൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക ഒരു 8:30-ക്ക് മുമ്പ് എങ്ങാണ്ടൊക്കെ നമ്മുടെ ഈ സംഘാടകരോട് കാര്യം വേടൻ പറയുന്നില്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ വരില്ല. എന്തായാലും വേട അവിടേക്ക് വന്ന് ഒക്കും എന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഈ സംഘാടകർ വീണ്ടും അവരെ സ്റ്റേജിലേക്ക് എത്തുന്നു.
എന്നാൽ വന്ന സംഘാടകർക്ക് ഒരല്പമെങ്കിലും തോന്നലുണ്ടെങ്കിൽ വേടൻ വരില്ലെന്ന് പറഞ്ഞാൽ ആ വാക്ക് വിശ്വസിച്ച് വേടൻ വരാൻ സാധ്യതയില്ല എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട്, കാരണം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ആ നാട്ടുകാരല്ല, ആ നാട്ടുകാർക്ക് അറിയാം അവിടെ മരണം സംഭവിച്ചെന്ന്. പക്ഷേ ആ നാട്ടുകാരോടല്ലല്ലോ, അവിടെ കൂടിയിരിക്കുന്ന വേറെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ, അവരോട് സത്യസന്ധമായിട്ട് കാര്യം പറയാമായിരുന്നു. അവരത് പറഞ്ഞില്ല. അവസാന നിമിഷം വരെയും അവരത് പറഞ്ഞില്ല എന്നതാണ് ഇതിന്റെ പുറകിൽ ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ചെക്കിന് തൊട്ട് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. വേടൻ അറിഞ്ഞിട്ട് തന്നെയാണ് വേടൻ അടക്കം ഈ വേദിയിൽ പറയുന്നുണ്ട് 8:30 മണിക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ വരാം. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റാൻ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ അത് തന്നെയാണ് അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വേടൻ വീഡിയോയിൽ പറയുന്ന ഇനി എന്തായാലും വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ, ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോ ജനത്തിർക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും, നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാമെന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇതാണ് അന്ന് വേടൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണെന്നേ സംഘാടകരും പറയുന്നുണ്ട്, സംഘാടകരോട് പറഞ്ഞിരിക്കുന്നത്രേ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇനി അത് എങ്ങനെ പറഞ്ഞു എന്നുകൂടി ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പോഴാണ് വേടന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. എന്നിട്ടും സംഘാടകർ ഇപ്പോഴും വേടന്റെ മേലേക്കാണ് കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. മണിക്ക് വേടൻ ഈ പറയുന്ന വേടൻ അന്ന് ചെയ്യാൻ പറ്റാത്ത വേടന്റെ ഒരു മൊറാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേടൻ അത് ചെയ്യുമ്പോഴത്തേക്ക് വേടൻ ഇത് എത്ര മണിക്കാണ് വേടന്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ടതെന്നും കൂടി ഈ ബാക്കിയുള്ളവരൊന്ന് ആലോചിക്കണം. ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നവർ അതും കൂടെ ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ ഒരിക്കലും വേടനെ കുറ്റപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ വേടനെതിരായിട്ട് സംസാരിക്കുന്നതല്ല. 10:02 എനിക്ക് എന്റെ അറിവ് ശരിയാണ്, അല്ലെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10:02 വേടൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. അതും ഇവിടെ ഞങ്ങളെ കൂടെ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് വേടൻ പറയാൻ. നിങ്ങൾ അദ്ദേഹത്തെ ഈ സംഭവത്തിന് ശേഷം മീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ? മീറ്റ് ചെയ്തിട്ടുണ്ട്. 8:45 ശേഷം വേടൻ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇതിൽപ്പെട്ട സംഘാടകര് 1-2 പേര് വരണമെന്നും കണ്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള ക്രൗഡ്, ഇവിടെ ട്രാഫിക് അല്ല, ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ കുറെ നടന്നും വേറെ ബൈക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് വേടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. വേടൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് വേടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തും വേടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ചേട്ടാ എനിക്ക് എന്റെ വീട്ടിലൊരു ഒരു കല്യാണ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ കല്യാണം നടത്താൻ പറ്റും, എനിക്കത് പറ്റത്തില്ല. എന്റെ അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ എനിക്കൊന്ന് പാടാൻ പറ്റും, ഞാൻ ഒന്നും പാടുന്നില്ല. അപ്പോഴും ഞങ്ങൾ വേടന്റെ അടുത്ത് പറഞ്ഞത്, വേടൻ കൂടെ ഒന്നും പാടണ്ട, ഇത്രയും വന്ന് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ ഈ പറയുന്ന ഇവിടെ വന്നിട്ടുണ്ട്. വേടനെ കാണാനും വേടന്റെ പറച്ചിൽ കേൾക്കാനുമാണ് ഇവിടെ വന്നത്. സുഹൃത്തുക്കളെ, എന്തായാലും വേടൻ പറയുന്ന ഒരു 8:45 കൂടിയിട്ട് വേടൻ ഇവരെ വിളിക്കുന്നു, ഇവരോട് സംസാരിക്കുന്നു പറയുന്നു, ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ അപ്പനും അമ്മൊക്കെ മരിച്ചെടുക്കുന്ന സമയത്ത് എനിക്കൊന്നും പാടാൻ പറ്റുന്നു ഇല്ല. അതേപോലെയാണ് ഇവിടെ വർക്ക് ചെയ്ത ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് എനിക്കിന്ന് പാടാൻ കഴിയില്ല എന്ന് വേടൻ തീർത്ത് പറയുന്നു. ഇവരെ തന്നെ പറയുന്നുണ്ട്, കുറെ നടന്നും കുറെ ബൈക്കിലൊക്കെയാണ് ഞങ്ങൾ റൂമിലേക്ക് എത്തിയത്. അത് എന്തുകൊണ്ടായിരിക്കാം? ഏറെ നടന്നിട്ടും കുറച്ച് ബൈക്കിലൊക്കെ ഒരു കാർ എടുത്ത് പോകാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കാം? അത്രയ്ക്കധികം ക്രൗഡായിരുന്നു. അപ്പൊ ഇവിടുന്ന് ആ വേടന്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറെ ബൈക്കിലും കുറെ നടന്നും ഇവർക്ക് പോകേണ്ടി വന്നിരുന്നെങ്കിൽ തിരിച്ചു വരാൻ ഇതേപോലൊക്കെ കഷ്ടപ്പെട്ടിരിക്കാം. ആ ക്രൗഡിനിടയ്ക്ക്, ഒട്ടുമേ സേഫ്റ്റി ഇല്ലാത്ത ആ ക്രൗഡിനിടയ്ക്ക്, ഭ്രാന്തമായി നിൽക്കുന്ന ആ ക്രൗഡിനിടയ്ക്ക് വേടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ എങ്ങനെ വരും? ആ ക്രൗഡിന്, ആ ഭ്രാന്ത് പിടിച്ചിരുന്ന ആൾക്കാർ വേടൻ നെഞ്ചത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആര് അദ്ദേഹത്തിന് സംരക്ഷണം നൽകും? എത്ര തന്നെ ബൗൺസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും 12,000 പേരൊക്കെ വന്നിട്ട് ഉന്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല, വേടൻ ജീവൻ പോയി പോകും. അത്രയ്ക്ക് ഒരു സുരക്ഷയുമില്ലാത്ത ആ സ്റ്റേജിലേക്ക് നടക്കുന്ന ചെറിയ വരമ്പിലൂടെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും.
അതിലൂടെയൊക്കെ നടന്നെത്തേണ്ട എന്താണ് ഈ സംഘാടകർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒട്ടുമേ സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രോഗ്രാം വെച്ചിട്ട് അത് കുളമായപ്പോൾ എല്ലാം കൂടി വേടന്റെ നെഞ്ചത്തേക്ക് ഇടുക എന്നുള്ള ഏർപ്പാട് അപ്പോൾ നടക്കുന്നത്. അവരെ അടുത്ത് വേടം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വേടൻ ഈ വേദിയിൽ വരാമെന്ന് പറയുമ്പോഴത്തേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇവിടെയാണ് ഈ സംഘാടകർക്ക് ബോധമില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം വേടെന്ന് പറയുന്നത് ആ ഒരു പ്രതീകം, ആ ഒരു മനുഷ്യൻ എത്രത്തോളമാണ് ആട്ടുകാർക്കുള്ള ഒരു വികാരം നമുക്ക് മനസ്സിലാവും. ആ വേടൻ ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇവർ പ്രതികരിക്കുക എന്ന് മനസ്സിലാവില്ല. വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. കാരണം അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം വളരെ മോശമായ രീതിയിലായിരിക്കും ഒരുപക്ഷെ സംഘാടകർ പ്രതികരിക്കുക. അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമരം പോലും വിളിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല നമ്മൾ മനസ്സിലാക്കണം. പിന്നെയാണോ ഈ വേട ഇങ്ങനെ പ്രോഗ്രാം നടത്തില്ല എന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ പ്രതികരണം നല്ലതാവുമോ മോശമാവുമോ? തീർച്ചയായിട്ടും മോശമായിരിക്കും. വേടന്റെ ജീവൻ അപകടത്തിലായിരിക്കും. അതിന്റെ വേടൻ പകുതി വഴി പിന്നെ അവിടെ നിന്ന് ഈ പറയുന്ന ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട്, വേടന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വേടന് കടന്നു വരാൻ പറ്റാത്ത അത്രയും ക്രൗഡ് ആവുകയും ട്രാഫിക്. വേടൻ വന്നിരുന്നെന്നുണ്ടെങ്കിൽ പോലും വേടൻ വന്നിട്ട് ഒരു പാടാതെ വേടന് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാന്ന് വേടന് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് വേടൻ പകുതി വഴിയിൽ വേടന്റെ വരവ് വേടൻ ക്യാൻസൽ ചെയ്തതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതെങ്കിലും മനസ്സിലാക്കിയാൽ വളരെ നല്ല കാര്യം. കാരണം വേടൻ 3 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്തില്ല വേടന്റെ കാർ എന്നുള്ളതാണ്. അത്രയും ക്രൗഡ് അവിടേക്ക് വന്ന് അവിടേക്ക് എങ്ങനെയെങ്കിലും എത്തി സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ല എന്നങ്ങാൻ വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിഭീകരമായിരിക്കും. പിന്നെ വീടന്റെ ജീവൻ വേടൻ പിന്നൊരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം പോലും സംശയമായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അങ്ങനത്തെ ഒരു കൂട്ടാമിച്ച സ്ഥലത്ത് ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ച നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമിക്കണം. എന്താ സുഹൃത്തുക്കളെ, ബൈ.